ന്യൂസ് മോർണിംഗ് വിശദമാകുമ്പോൾ ആദ്യം എലത്തൂർ HPCLലെ ഇന്ധന ചോർച്ചയുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകളിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം സ്ഥലത്തൊരു ഗുരുതരമായ സാഹചര്യമുണ്ട്. ഇന്ധന ചോർച്ച തടഞ്ഞെന്ന് അധികൃതർ അറിയിച്ചതിന് പിന്നാലെയാണ് വീണ്ടും ചോർച്ചയുണ്ടായത്. പ്ലാന്റ് മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. ഡിപ്പോയിൽ ഇന്ന് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പരിശോധനയും നടക്കും. തത്സമയ വിവരങ്ങൾ നൽകാനായി എലത്തൂരിൽ നിന്ന് ദൃശ്യ പുതിയടത്ത് കൂടെ ചേരുന്നുണ്ട്. ദൃശ്യ, ഇന്ധന ചോർച്ച തടഞ്ഞു എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും വീണ്ടും ഇന്ധനം ചോരുന്നു എന്നുള്ള വിവരം. സ്വാഭാവികമായും നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുക, അല്ലെങ്കിൽ തന്നെ കുടിവെള്ളക്ഷാമമൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരം ചോർച്ചയുണ്ടാക്കാവുന്ന വലിയ പ്രത്യാഘാതങ്ങളുണ്ട്. അപ്പോൾ പ്ലാന്റ് മാറ്റണമെന്നുള്ള ആവശ്യം ഒരു വശത്ത് ശക്തമായിരിക്കുന്നു. നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുന്നു. അതേസമയം ഈ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ചോർച്ച ഇതുവരെ പരിഹരിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് നടക്കുന്ന വിദഗ്ധ പരിശോധന അത് ആരുടെ നേതൃത്വത്തിലായിരിക്കും? എന്ത് തരത്തിലുള്ള പരിശോധനയാണ് നടക്കുക? ദൃശ്യ ജിൽസി, ഇന്നലെ അധികൃതർ അറിയിച്ചിരുന്നത് ചോർച്ച പൂർണ്ണമായും അടക്കാൻ സാധിച്ചു എന്നാണ്. എന്നാൽ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വീണ്ടും അതിനുള്ളിൽ നിന്ന് ജനങ്ങൾക്ക് ആശങ്ക വരുത്തുന്ന രീതിയിലാണ് ഇതുപോലെ ഡീസൽ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം, കുറച്ചു നേരം മുൻപേ ഇത് ചെറിയ തോതിലായിരുന്നെങ്കിൽ ഇപ്പൊ അതിന്റെ ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയ രീതിയിൽ തന്നെ അത് പുറത്തേക്ക് വരുന്നുണ്ട്. അത് ഇന്നലെ നീക്കാനിട്ട സാധനങ്ങളാണ് ഇന്നലെ കാണുന്നത്. ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ്. ചേട്ടാ, ഇത് വലിയ രീതിയിൽ തന്നെ പുറത്തേക്ക് വരുന്നുണ്ടല്ലേ? ആയിരക്കണക്കിന് ലിറ്റർ ഡീസൽ ഇവർ ഇന്നലെ രാത്രി തന്നെ ഇവിടുന്ന് സക്ക് ചെയ്ത് കൊണ്ടുപോയതാണ്. അതിലധികം കടലിലേക്കും പോയതാണ്. ഇതിപ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ ഞങ്ങൾ അത്രയും പ്രക്ഷോഭം ഉണ്ടാക്കിയതിന് ശേഷം കളക്ടർ വന്നാലേ ഞങ്ങൾ ആ ബാരലുകൾ വിട്ടുകൊടുക്കൂലെന്ന് പറഞ്ഞു. അതിനുശേഷം കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചുമതലയുടെ ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞു വിട്ട് ഞങ്ങൾ മാനേജറൊക്കെ ആയിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞ എല്ലാ പ്രശ്നവും പരിഹരിച്ചു കഴിഞ്ഞു. ഇനി ഡീസൽ വരുന്നില്ല എന്നാ പറഞ്ഞത്. ഇപ്പൊ നോക്കുമ്പോൾ ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ ഇന്നലെ രാത്രി 12 മണിക്ക് പോയതിന് ശേഷം അവർ കുറെ ബാരൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോതാ ഇത്രയും ഡീസൽ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വെള്ളമല്ല, ഇത് ഡീസലാണ്. നമുക്കിപ്പോ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇതിൽ ഭൂരിഭാഗവും ഡീസലാണ്, വെള്ളം ഇല്ലാന്ന് തന്നെ പറയാം. ഇത് ചോർച്ച അടച്ചു എന്നാണ് അധികൃതർ ഇന്നലെ പറഞ്ഞിരുന്നത്. എന്നാൽ നമുക്കിവിടെ പ്രദേശത്ത് നിൽക്കുമ്പോൾ തന്നെ രൂക്ഷമായ ഗന്ധം അനുഭവപ്പെടുന്നുണ്ട്. ചേട്ടാ, ഇത് എന്താണ്? അല്ല, ഇവര് ചോർച്ച അടച്ചെന്നല്ല പറയുന്നത്. ഇവര് പറയുന്നത് സിസ്റ്റത്തിന്റെ തകരാറാണെന്നാണ്. കമ്പ്യൂട്ടർ വഴി സെറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക് സിസ്റ്റം തകരാറായിട്ട് ചെറിയ രീതിയിൽ ചോർച്ചയല്ല വന്നത്. ആ ടാങ്കിൽ ചെറിയ രീതിയിൽ വന്ന ചോർച്ചയല്ല. ഇത് ചെറിയ രീതിയിലുള്ള ചോർച്ചയല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് കാണാൻ സാധിക്കും. ഇത് കൂടാതെ തന്നെ വലിയ വീഴ്ച എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഇവിടെ നിന്ന് ഇവർ ഇത് നീക്കം ചെയ്യാനെടുത്ത സാധനങ്ങളൊക്കെ ഇവർ വഴിയിൽ തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായി ഈ വഴിയിലൊക്കെ തന്നെ ഡീസലിന്റെ സാന്നിധ്യമുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ഈ വഴിയിലൊക്കെ തന്നെ ചെറിയ രീതിയിലുള്ള ഡീസലിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. ഈ തൊട്ടടുത്ത വീട്ടുകാരാണ്. നിങ്ങൾ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് ചേച്ചി, ഇത് വളരെ കാലമായിട്ടുള്ള പ്രശ്നമാണ്? വളരെ കാലമായിട്ടുള്ള പ്രശ്നം. ആരും ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങള് കുറെ പരാതിയൊക്കെ കൊടുത്തതാ. പരാതി കൊടുത്തിട്ടും ഒരു നടപടിയില്ല. ഇതിപ്പോ ഇന്നിപ്പോ എനിക്ക് അവിടെ നിൽക്കുമ്പോ തന്നെ വലിയ രീതിയിലുള്ള സ്മെല്ല് അടിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളിത് കുറച്ചു നേരം നിൽക്കുമ്പോഴത്തേക്ക് സ്മെല്ലടിച്ച്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇത് തന്നെയാണ് ശ്വസിക്കുന്നത്. വെള്ളത്തിലും പ്രശ്നം ഉണ്ടാവും? വെള്ളത്തിലും പ്രശ്നമാണ്. വെള്ളം കിണറൊക്കെ ഞങ്ങള് മൂടിക്കളഞ്ഞതാ. ഒക്കെ ഡീസല ഇത് വരുന്നോണ്ടാണോ മൂടിയത്? അതന്നെ. അപ്പൊ ഇത് മാത്രല്ല, ഇന്നലെ ഇവര് വൃത്തിയാക്കിയ പഞ്ഞി മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഇട്ടിട്ടുള്ളത്. അതാണ് നമ്മൾ ഇന്നലെ അവിടെ കാണുന്നത് അല്ലേ? അതെ, ഇന്നലെ രാത്രി ഇട്ടതാണ്. അത് അവിടുന്ന് കൊണ്ടുവന്നിട്ട് ബക്കറ്റിൽ പിഴിഞ്ഞിട്ട് വീണ്ടും അതിൽ കൊണ്ടിടുന്നത്. അത് ഇന്നലെ എടുത്തത് ഇവിടെ ഇട്ട് രാത്രി പുലർച്ചെ സമയത്താണ് ഞാൻ കണ്ടത്. പ്രത്യേകം ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ആവശ്യം എന്താണ്? ഇങ്ങനെ ഒരു ഇത്രയും ജനസാന്നിധ്യമുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്ലാന്റ് വരുമ്പോ അത് അപകടമാണ്. പക്ഷെ പല പ്രാവശ്യത്തിന് ഒഴിവാക്കാൻ വേണ്ടി കുറെ സമരങ്ങളൊക്കെ നടത്തിയതാണ്. പക്ഷെ ഒരു കാര്യമുണ്ടായി, കഴിഞ്ഞ കുറച്ച് മുന്നേ നിരാഹാര സമരമൊക്കെ നടത്തി. പക്ഷെ അത് കഴിഞ്ഞാൽ അത് അങ്ങനെ പോയി. പക്ഷെ ഒരു കാര്യത്തിന് പറഞ്ഞാല് ഇപ്പൊ ഞങ്ങൾ ചുറ്റുവട്ടത്ത് ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ പോലും വന്നിട്ടൊന്നൊരു എന്താണ് ഇന്ന് വരെ ഒരു മറ്റേ ആരോഗ്യത്തിന്റെ മെഡിക്കൽ ചെക്കപ്പോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇന്ന് വരെ അവർ ചെയ്തിട്ടില്ല. ഇത്രയൊരു അപകട സാധ്യതയുള്ള ഒരു ഇപ്പം നിങ്ങൾ നാട്ടുകാരുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിഞ്ഞു മാറി നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴും ഇന്ധനം ചോർന്നുകൊണ്ടിരിക്കുകയാണ്.